കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി കസ്റ്റഡിയിൽ. കർണാടക സ്വദേശിയാണ് കസ്റ്റഡിയിൽ ഉള്ളത്. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നതാണ് വിവരം. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൈജു, ഈ പ്രതിയെ പിടികൂടുന്നതിന് കർണാടക പോലീസിന്റെ കൂടി സഹായമൊക്കെ തേടിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഏറെ പ്രമാദമായ മഞ്ചേശ്വരം ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. കർണാടക സ്വദേശി അഭിഷേക് ഷെട്ടി. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് വിശദമായ വാർത്താ സമ്മേളനം ജില്ലാ പോലീസ് മേധാവി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏതായാലും വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. മംഗളൂരുവിൽ നിന്നും ഇയാളുടെ ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് ഇത്തരത്തിൽ കുഞ്ചത്തൂരിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ആൾമറിയില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ മൃതദേഹം തള്ളുകയായിരുന്നു. എന്തായാലും തലയ്ക്ക് അതുപോലെ തന്നെ കൈക്കും ഗുരുതരമായ വെട്ടേറ്റു. ഈ ആഴത്തിലുള്ള വെട്ടാണ് മരണകാരണമെന്ന് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. എന്തായാലും കർണാടകയുടെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും സംയുക്തമായ ഒരു അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഒരു പ്രതി പിടിയിലായിരിക്കുന്നത്. 2 പേർ കൂടി ഈ ഓട്ടോയിൽ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ കൂടി കണ്ടെത്താനുണ്ട്. എന്നാലും വലിയ ചൂതാട്ട കേന്ദ്രമാണ് ഈ കുഞ്ചത്തൂരിലുള്ളത്. അവിടെയാണ് ഈ കൊലപാതകം നടന്നത്. ഇയാളുടെ ഒരു ഓട്ടോ ചെരിഞ്ഞ നിലയിൽ ഇവിടെ കിടക്കുന്നത് കണ്ടാണ് സംശയം തോന്നിയാണ് നാട്ടുകാർ ഇത്തരത്തിൽ തെരഞ്ഞപ്പോൾ ഈ കിണറ്റിനകത്ത് മൃതദേഹം കണ്ടെത്തിയത്. എന്നാലും വലിയ തോതിൽ കർണാടകയിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർമാരുടെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വാടക വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നത് വലിയ തോതിലുള്ള പ്രതിഷേധം വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാലും ആ കേസിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ അഭിഷേക് ഷെട്ടിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വൈകിട്ടോടുകൂടി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്.